അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചതും കുറച്ച് സമയം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നിയെങ്കിലും ബാക്കിലെ മരങ്ങളൊക്കെ മുറിച്ചതിൻ്റെ റിഗ്രറ്റ് ഇപ്പോഴാണ് കേട്ടോ. ശരിക്കും ആ ഒരു പച്ചപ്പൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ. അപ്പോൾ ഞാൻ ഇന്ന് സെക്കൻഡ് ഡേ ആണ് ചിയാ സീഡ് കുടിക്കുന്നതിൻ്റെ. അപ്പോൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പാടില്ല. ശ്വാസം എടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് ഇതുണ്ട് കേട്ടോ. എല്ലാവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം കൂടിയാണ്. തൈറോയിഡിൻ്റെ പിന്നെ ഞാൻ അതിൽ കണ്ടില്ല കേട്ടോ. അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നു. ചായ വെക്കാനുള്ള പുറപ്പാടാണ്. രാവിലെ മുതൽ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെയുള്ളൂ നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വ്ളോഗ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ മുതൽ തന്നെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കിച്ചൺ ക്ലീനിങ് 3 റാക്ക് കഴിഞ്ഞ് വെച്ചേക്കുവാണ്. ബാക്കിയുള്ളത് ഇന്ന് ചെയ്യണം എന്ന് ഇപ്പോൾ രാവിലെ മൈൻഡിലുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതാ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടു. അയൻകുട്ടിക്ക് ഞാൻ എക്സ്ട്രാ ക്ലാസ്സിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ തന്നെ അവൻ ചായ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ജിമ്മിന് പോകാത്തതുകൊണ്ട് രാവിലെ എനിക്ക് ഒത്തിരി സമയമുണ്ട്. പക്ഷേ നോക്കാം, പോകണം എന്ന് തന്നെയാണ് മൈൻഡിലുള്ളത്. പോകുമ്പോൾ വേറൊരു എനർജി തന്നെയാണ്. എന്നാലും കുറച്ച് എന്തായാലും ഓണം കഴിയണ വരെയൊന്നും എന്തായാലും എങ്ങോട്ടും ഇല്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഓണത്തിന്. പിന്നെ വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ നമുക്കിതാ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇന്നലെ ഉമ്മയും ഉപ്പയും കൊണ്ടുവന്ന വെജിറ്റബിളൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. കവറോടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പച്ചമുളകിൻ്റെ കൂടെ ഉണ്ട മുളകുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഒന്ന് ചോദിച്ചു നോക്കണം എന്തിനാണത് പറ്റുക എന്നുള്ളത്. നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുഞ്ഞു ഉണ്ട മുളകുകൾ കണ്ടില്ലേ, അതെന്തിനുള്ള മുളകാണെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ഒന്ന് ബോക്സിലാക്കി വയ്ക്കുകയാണ്. പച്ചമുളക് ഒരു ബോക്സിൽ, പിന്നെ വഴുതനങ്ങ, അതുപോലെ ഒരുപാട് വെജിറ്റബിൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിൾ ഡോക്ടർ ധാരാളം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ വെജിറ്റബിൾ മാത്രമാണ് അല്ലേ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതാ സാലഡിനുള്ളതും അതുപോലെ മല്ലിയില, പുതിന, സാമ്പാർ വയ്ക്കേണ്ട കഷ്ണങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കേട് വരാണ്ട് വെച്ച് തീർക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഓക്കെ, പണ്ടൊക്കെ ചിലപ്പോൾ വെജിറ്റബിളൊക്കെ കേടുവന്ന് പോകും കേട്ടോ. ചില സമയത്ത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഇത്രയും കൊണ്ടുവന്ന്. ഇപ്പോൾ പിന്നെ എനിക്ക് ഫസ്റ്റ് കേട് വരുന്നത് ഏതാ, ലാസ്റ്റ് കേട് വരുന്നത് ഏതാ, ഇതൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെജിറ്റബിളൊന്നും കേട് വരുത്തി കളയാറില്ല. ചിലപ്പോൾ നാരങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്ന് ഉണങ്ങി പോകാറുണ്ട്. അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചായക്ക് വെച്ച് ഉമ്മാക്ക് വേണ്ടി കൊടുത്തു. കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്ന് കുടിച്ചു. പിന്നെ എൻ്റെ സ്ഥിരം പ്ലേസിലോട്ട് തന്നെ പോകാൻ തോന്നിയിട്ട് അപ്പോൾ അവിടെ ഡ്രസ്സുകളൊക്കെ ഉമ്മ മടക്കി വെച്ചിരുന്നു. അതിനൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ എൻ്റെ സ്ഥിരം പ്ലേസിലിരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇനി നമുക്ക് വാഷിങ്ങിനും ഒക്കെ ഇടാനുണ്ട്. ഡെയിലി 2 വാഷാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഇട്ടിട്ട് നേരെ കിച്ചണിലോട്ട് പോകണം. ഇന്ന് മോനിക്ക് ഞാൻ വീണ്ടും ദോശ തന്നെയാണ് ആക്കി കൊടുക്കുന്നത്, കൂടെ തക്കാളി ചട്നി. നാളെ പുട്ട് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയില്ല, ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തക്കാളി ചട്നി അരയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ നല്ലത്. പക്ഷെ ഞാൻ ഓർമ്മയില്ലാണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, ഒരു 4-5 വെളുത്തുള്ളിയും അതുപോലെ 2 വലിയുള്ളിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 തക്കാളിയും ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതൊന്നായ പിന്നെയാണ് കേട്ടോ 3 തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി ഉണ്ടല്ലോ ചെറുതായതുകൊണ്ടാണ്, വലുതാണെങ്കിൽ 2 മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. തക്കാളി പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വയ്ക്കുന്നത്. കുറച്ച് കഴിഞ്ഞത് ഞാൻ വീണ്ടും ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യുക,
കളറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില. ഓക്കെ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കണ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. കാസ്റ്റ് അയണിൻ്റെ ഏത് ചട്ടിയിൽ എന്ത് വെച്ചാലും ഉടനെ തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചോയ അടിക്കും. ഫസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ അതെന്തായാലും മാറ്റണം കേട്ടോ. പിന്നെ പുളി ഒഴിച്ചുള്ള കറികളൊന്നും ഇതിലധികം കുക്ക് ചെയ്യാണ്ടിരിക്കുക. നല്ല സംഭവമാണ്. പ്രോഡക്റ്റ് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പേരി വയ്ക്കാൻ ബീൻസ് ആണെന്ന് എടുത്തത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് വെണ്ടക്ക കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. മീൻ കറി വെക്കില്ലേ, അതേപോലെ നമ്മളിവിടെ വെണ്ടക്ക കറി വെക്കും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പുളി ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടയ്ക്കൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് കഴുകി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് വഴി കാണാമല്ലേ അതൊക്കെ. പിന്നെ ജിനി ഓക്കെ ആയോ? എന്നാലും കുറച്ച് റെസ്റ്റ് എടുക്കുക, ദുആ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മുത്തേ. റെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. വ്ളോഗ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ കാണുമ്പം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും, അത്രയേ ഉള്ളൂ അത്. ഓക്കെ, പിന്നെ വേദനയൊക്കെ മാറിയല്ലോ, ഉമ്മ നന്നായി ശ്രദ്ധിച്ചു, പാവം ഉമ്മ എന്ന് പറയുന്നുണ്ട്. ഞാൻ വയ്യാതെ കിടന്നാൽ ഇവിടെ എല്ലാവർക്കും ദേഷ്യമാണ്. ഇന്നലത്തെ മുഖവും ഇന്നത്തെ മുഖവും എന്താ മാറ്റുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൻ്റെ കണ്ണാടി മുഖം തന്നെയാണ് കേട്ടോ എൻ്റെ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ കിടന്നാൽ ദേഷ്യം വരുന്നോ? അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം ഒരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡ് നന്നായിട്ട് വേണം. ഇപ്പോൾ ഉമ്മ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മളീ നോക്കണം. കാരണം ഒരു ഭാഗത്തേക്ക് മാത്രമല്ലല്ലോ, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാം ഈക്വലായിട്ട് പോകേണ്ട ഒരു സംഭവമാണ്. പക്ഷെ പലവിടെയും അതങ്ങനെ വർക്കൗട്ട് ആവാറില്ല അല്ലേ. കുറേ പേര് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട്, എങ്ങനെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ എനിക്ക് പറയാനുള്ളത്, സ്പേസ് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ്, റെസ്പെക്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ഭാഗത്തേക്ക് മാത്രമല്ല. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്ഥിരം ദോശ ഉണ്ടാക്കണം. നാളെ ഞാൻ ദോശ ഉണ്ടാക്കില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ്റ്റ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ 2 ദിവസമായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചിയാ സീഡാണ് എടുക്കുന്നത്. ഫൈബറും അതുപോലെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നോക്കാം എത്രത്തോളം എനിക്ക് പോകാൻ പറ്റും എന്നുള്ളത്. പിന്നെന്താണ്, ഫ്ലവേഴ്സ് ജനലിൻ്റെ അടുത്ത് വെച്ചൂടെ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഷുകളുടെ അവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് കാണുമ്പോൾ അത് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നത് ഒരു സുഖമില്ലാത്ത ഏർപ്പാടല്ലേ. അപ്പോൾ മോനിക്ക് ഞാൻ ചെയർ ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ തന്നെ നിന്ന് ചുട്ടു കൊടുത്തിട്ട് അവൻ കഴിച്ചോളും. പക്ഷേ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഫുഡ് വേണ്ട. രണ്ട് ദോശ മതി എന്നാണ് അവൻ പറയണത്. വിശപ്പില്ലാന്ന്, രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ശരി, എക്സാമിൻ്റെ ടൈമിൽ ഇങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കണത് അത്ര നല്ലതല്ലല്ലോ, ഉറക്കം തൂങ്ങിയാലോ. അപ്പോൾ പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവനക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാനുള്ള ഫുഡും കൂടെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. പിന്നെ റിഹാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവനക്ക് ചോറിനേക്കാട്ടിലൊക്കെ ഇഷ്ടം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാത്തത്. ചമ്മന്തി ദോശന്റെ ഇടയിൽ വെച്ചാ മതിയോ? ചമ്മന്തി ദോശന്റെ ഇടയിൽ വെച്ചാ മതിയോ? കഴിക്കണട്ടോ. ഇന്നലെ എങ്ങനെ 2 എണ്ണം തീർന്നത്? അപ്പോൾ ഇന്നലെ 2 ദോശ ആക്കി കൊടുത്തില്ല, ഒന്ന് ഫ്രണ്ടിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കട്ടെ, അല്ലേ, കുട്ടികളല്ലേ. അപ്പോൾ കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ വോയിസ് കുറച്ച് ഡള്ളാണ്, കാരണം നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വന്നു. ഇന്ന് ഡേ 2 ആണ്.
നോക്കാം. എനിക്കൊരു 2-3 കിലോ കുറച്ചെടുക്കണം. കാരണം 2 ദിവസം കൊണ്ട് ഞാൻ 2 കിലോ കൂടി. ചുമ്മാ കിടന്നാൽ അപ്പോൾ കൂടും. എന്താല്ലേ, വെള്ളം അല്ലെങ്കിൽ ഫുഡ്, വെള്ളം കുടിച്ചാൽ തടി കൂടുമെന്ന് അറിയില്ല, കൂടില്ല. ഫുഡ് എന്ന് പറഞ്ഞാൽ മതി ഞാനൊക്കെ തടി കൂടാൻ. ഓക്കെ, വെയിറ്റ് കുറക്കുന്നത് ബാക്ക് പെയിൻ കുറയും. എനിക്ക് ബാക്ക് പെയിൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് 2 ഇൻസിഡൻറ്റിലാണ് എനിക്ക് ബാക്ക് പെയിൻ വന്നത്. അല്ലാണ്ട് സാധാരണ ആൾക്കാരെ പോലെ ഉള്ള മുട്ടുവേദന, ബാക്ക് പെയിൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ഇതുവരെ. ഇല്ലാണ്ടിരിക്കട്ടെ. ഇടയ്ക്ക് മ്യൂസിക് എഡിറ്റർ, ഓക്കെ, ഇടയ്ക്ക് മ്യൂസിക് ഇട്ടോളൂ എന്ന് പറയുന്നത്. എന്നാലും ജിനിൻ്റെ ടോക്കിംഗ് സൂപ്പറാണ്. ഓക്കെ, എല്ലാം ഇരുന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ നേരം നിന്ന് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇടുപ്പ് വേദന പോണ വരെ ആയിരിക്കും അല്ലേ. എനിക്കാണെങ്കിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെയാണ് സ്പീഡുള്ളത്, പണികളൊക്കെ പെട്ടെന്ന് തീരാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന വെണ്ടക്ക കറിയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉലുവയും ജീരകവും പൊട്ടിച്ച ശേഷം ഇവിടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നായി പിന്നെയാണ് ഞാൻ അതിലോട്ട് വെണ്ടക്ക കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റണം. വഴുവഴുപ്പൊക്കെ പോകണം കേട്ടോ. വെണ്ടയ്ക്കയിൽ ആ വഴുവഴുപ്പുള്ളത് തന്നെയാണ് അല്ലേ ഭയങ്കര ദേഷ്യം വരിക. എനിക്ക് ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അതാണ് ദേഷ്യം വരിക കേട്ടോ. എത്ര എണ്ണ ഒഴിക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇത് അടച്ച് വെക്കുന്നുണ്ട്. മോന് നമുക്ക് തേങ്ങയൊക്കെ ചുരവി തരുന്നുണ്ട് കേട്ടോ. ഞാൻ കറിവേപ്പില എവിടെയാണ് നല്ലത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീന് കാണിച്ചപ്പോൾ അയൽവക്കത്തൊക്കെ വീടുണ്ട് അല്ലേ എന്നുള്ളൊരു കമൻറ്റ് എനിക്ക് അന്ന് കണ്ടൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ ഇതിൻ്റെ മതിലിൻ്റെ അപ്പുറത്തൊരു റോഡാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു സന്ത് എന്ന് പറയും, ഇടവഴി. ഓക്കെ, ഇവിടെ സന്ത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ആ വീടുകളൊക്കെ കേട്ടോ. ഒക്കെ നമ്മുടെ അയൽവാസിയാണ്. അങ്ങനെ ഇവിടെ അതാ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്നായിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ, ഒരു കമൻറ്റിൻ്റെ ഓർമ്മ. പുളി വെള്ളത്തിലിട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഉടച്ചെടുക്കണം. തേങ്ങ കുറേ സമയം ഞാൻ മെനക്കെട്ടു കേട്ടോ. ഉടഞ്ഞില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഉടച്ചെടുത്തതാണത്. എന്ത് പറ്റിയെന്നാവോ ആ തേങ്ങയ്ക്ക്. പക്ഷെ തേങ്ങ വെള്ളം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോന് പോകാനായിരുന്നു കേട്ടോ. മോന് പോയി. അതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റാവുത്തറാണോ എന്നുള്ളൊരു കമൻറ്റ് കണ്ടു. റാവുത്തർ അങ്ങനെ കാറ്റഗറി ചെയ്ത് പറയുകയാണെങ്കിലൊക്കെ റാവുത്തർ. പക്ഷേ അതിന് ആൻസർ എനിക്ക് ഞാൻ മനുഷ്യനാണ് എന്ന് പറയാനാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാഷ്വലായിട്ട് ചോദിച്ചായിരിക്കും. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ കണ്ടതുകൊണ്ട് മേ ബി അങ്ങനെ ചോദിച്ചായിരിക്കും കേട്ടോ. പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. മസാലയ്ക്ക് ശരിക്കും നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പോൾ വെണ്ടക്ക കറി റാവുത്തറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണോ ഞാൻ സംസാരിക്കണത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ റാവുത്തർ ആണ് കേട്ടോ പറയുന്നത്. കാരണം ഞാൻ 2 ലൈഫ് സ്റ്റൈലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇവർ നമ്മൾ ആ മലബാർ സൈഡിലുള്ള ആൾക്കാരല്ല എന്നുള്ളത് എന്തായാലും മനസ്സിലാവും. നമ്മുടെ ദോശ ഇഡ്ഡലി കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ അവിടെയുള്ള ആളല്ല, പാലക്കാടാണെന്ന് എന്തായാലും മനസ്സിലാവും. പാലക്കാട് നിന്ന് റാവുത്തർ എന്ന് പറയണമെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ തമിഴ് ചൊവ്വ കൂടുതലായിരിക്കും റാവുത്തേഴ്സിന് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കഴിക്കേണ്ട, ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കേണ്ട ദോശ ഉണ്ടാക്കുകയാണ്. റിഹാനും വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കറിയൊന്നും ആവാൻ നിന്നില്ല. ഇന്നലത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി അരച്ചില്ലേ, അതും കൂടെ കൊടുക്കാൻ വിചാരിച്ചു. എനിക്ക് ഈ വെണ്ടക്ക കറി ഉണ്ടല്ലോ ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻകറി കഴിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ്. വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ അതിന് വേറെ ലെവലാണ്. നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ അരച്ചെടുത്തിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചു വെച്ച നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ. ദോശമാവിൻ്റെ ജസ്റ്റ് ഇപ്പോൾ തന്നെ പറയാം. 1 നാഴി ഉഴുന്നാണെങ്കിൽ 4 നാഴി പച്ചരി, അതിലോട്ട് 2 കയ്യിൽ ചോറ്, പിന്നെ ഇച്ചിരി ഉലുവ, ഇത്രയും മതി കേട്ടോ. എല്ലാം കൂടെ അരച്ചെടുക്കുക. പിന്നെ ഇതാ പ്ലേറ്റുകളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ള കറിയും ചമ്മന്തിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവന് ജിമ്മ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണ് അത്രേ. ഞാൻ അവനോടൊന്ന് പറഞ്ഞപ്പോൾ ജിനിമ്മ എനിക്ക് വയ്യ, ജിമ്മ് കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമാണ് എന്ന് പറയുന്നു. പിന്നെ ഇരുന്ന് അവന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ആൾക്കാണെങ്കിൽ തടിക്കണം എന്നാണ്. അവനാണെങ്കിൽ തടിക്കുന്നുമില്ല, ഞാനാണെങ്കിൽ തടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെറ്റാബോളിസം അവനക്ക് കൂടുതലായിരിക്കാം മേ ബി.
അപ്പോൾ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഒന്നിൻ്റെ മേലെ ഒന്ന് വയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചാട്ടോ. പിന്നെ നമ്മുടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത് ഒഴിക്കുക, ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കുക, കറിവേപ്പില ഇടുക, ചെറിയ തള വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കി ഇതുപോലത്തെ എന്താ പറയുക, വെണ്ടക്ക കറി ഉണ്ടല്ലോ, എനിക്ക് അതിലോട്ട് കിഴങ്ങ് വറുത്തത് ഇഷ്ടമാണ്, ഉണക്കമീൻ ഇഷ്ടം. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടാക്കി കൊടുത്തു. കറിയുമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയി. മുറ്റത്ത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ പൊടികളുണ്ട്, അടിച്ചു വാരാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ സോങ് വെക്കുന്ന സ്വഭാവം എൻ്റെയാണ് കേട്ടോ. ഞാൻ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഷാറൂഖിൻ്റെ 90കളിലുള്ള ഹിറ്റ്സ് ഇല്ലേ, 19 കിഡ്സിൻ്റെ ഹിറ്റ്സ്, പറയാനും കിട്ടുന്നില്ല അല്ലേ. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ പഴയ പാട്ട് വയ്ക്കും, 80s പാട്ട് വയ്ക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീയല്ലാതെ ആരുണ്ട് എനിക്ക് നിത്യം നിത്യം കത്തെഴുതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ, അതൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കും. ചിലപ്പോൾ മടുക്കും, പിന്നെ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ വെക്കും, അതും മടുക്കും. അപ്പോൾ ഏതെങ്കിലും പഴയ സിനിമ വയ്ക്കും, അതും മടുക്കും. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചൺ ഡ്യൂട്ടിയും ഞാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇലകളില്ല, പൊടികളാണ് കേട്ടോ, മണ്ണ്. അപ്പോൾ ഞാൻ ആ മണ്ണിനേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടൊക്കെ ആക്കി, ചെടികളുടെ ഇല ഉണ്ടായിരുന്നതിന് മാത്രം ആദ്യം തന്നെ ഞാൻ അടിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നതിന് മുമ്പേ ഈ ഒരു ഭാഗത്തെ പൊടികളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീശി വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഡെയിലി ഇങ്ങനെ മുറ്റടിച്ച് വരേണ്ട ഒരു ഇത് വരുന്നില്ല. പ്ലാവ് മുറിച്ചുകൊണ്ടാണ്. അപ്പം എനിക്ക് ആ പ്ലാവിൻ്റെ സ്ഥലം കാണുമ്പോൾ സങ്കടം തന്നെയാണ് കേട്ടോ. അത് പോയപ്പോൾ ഉള്ളൊരു ഇത്. ഇനി ചൂട് സമയത്തായിരിക്കാം നമുക്കത് അറിയാം കേട്ടോ. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി പാത്രം കഴുകാൻ നിന്നു. ഉപ്പേരിക്ക് കുറച്ച് മുറിച്ച് വെച്ചിട്ടാണ് ഞാൻ അടിച്ചു വാരാൻ പോയത്. വെയിലാവുന്ന ഉറപ്പാണ്, വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കണം. തുണിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ ഭാഗത്തൊക്കെ തുടച്ചെടുത്ത് ഞാൻ പകുതിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പേരി വയ്ക്കാൻ. പിന്നെ വേഗം പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചായ വയ്ക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ വയ്ക്കണം കേട്ടോ. പിന്നെ അൽഹംദുലില്ലാ മാറിയോ ചോദിക്കുന്നുണ്ട്. അതെ മാറി, ഏറെക്കുറെ മാറി. ഇപ്പോൾ ഓക്കെ അല്ലേ ജിനി ചോദിക്കുന്നുണ്ട്. അതെ ഓക്കെയാണ്. എന്താ സുഖമല്ലേ വർത്താനം ചോദിക്കുന്നുണ്ട്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നുണ്ട് ജിനി. എനിക്ക് വരാറുണ്ട് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ദിവസം വല്ലാത്തൊരു വേദന, കിടന്നാലും ഇരുന്നാലും ഒന്നും മാറില്ല. അത് വല്ലാത്തൊരു പെയിനാണ്. എൻ്റെ ടാബ്ലറ്റ് കഴിച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ കാര്യമായി കാണുന്ന ചാനലാണ്. അയ്യോ ഇല്ലാഞ്ഞിട്ട് ബോറടിച്ചു എന്ന്. ഓക്കെ, ഇനി അങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ സാമ്പാറിൽ പുളി വേണ്ടേ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ കഴിക്കണതാണ്. അപ്പോൾ അതിന് വലിയ പുളി വേണ്ട കേട്ടോ. കാരണം മാവിന് ഓൾറെഡി പുളി ഉണ്ടാവും. അപ്പോൾ പിന്നെ കുറേ പുളി ഒഴിച്ചിട്ട് ഓവർ പുളി ആക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. പണ്ടത്തെ മൊസൈക്കാണോ നിങ്ങളുടെ വീട്ടിൽ നിലം? അതെ, പണ്ടത്തെ നമ്മളെ വീട് 30 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പണ്ടത്തെ മൊസൈക്ക് തന്നെയാണ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും ഇത്രയ്ക്ക് വൃത്തിക്ക് പോകുന്നുണ്ട്. പിന്നെന്താ, ഹായ് മതി, പൈസ കൊടുത്ത് വേദന വാങ്ങിച്ചു എന്ന്. അയ്യോ, ജിമ്മിൻ്റെ കാര്യമാണോ പറയുന്നത്? അത് ഞാൻ ഒരിക്കലും അങ്ങനെ ജിമ്മിൽ ഞാൻ പോയത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്ന് ഒരിക്കലും പറയൂല കേട്ടോ. കാരണം ജിമ്മ് വേറെ വൈബ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിനെ പറയുക, ഞാൻ മെൻ്റലി ഓക്കെ ആയിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ, ആ പേടിയൊക്കെ മാറുന്നൊരു സമയത്ത് ഞാൻ വീണ്ടും പോകാൻ തുടങ്ങും. അത് ഉടനെ ഉണ്ടാവട്ടെ. പക്ഷേ
ഒരിക്കലും പൈസ കൊടുത്ത് വേദന വാങ്ങിച്ചു എന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു സംഭവം വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജിമ്മിനെ കുറ്റം പറയില്ല. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി അത് അങ്ങനെയാണ്, അങ്ങനെ എടുക്കാനേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഭർത്താവിന് സഹോദരങ്ങൾ ഇല്ല, ആരുമില്ല, ഒറ്റ മോനേ ഉള്ളൂ. പിന്നെ സോയാബീൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇടാട്ടോ, അത് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇടാട്ടോ. പിന്നെന്താണ് നമ്മളോട് ചോദിക്കുന്നത്? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീഡിയോ കാണാത്തൊരാൾ എന്താ പറ്റി ജിനി ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പെയിൻ ആണ്, നേരത്തെ വ്ളോഗ് കാണണേ. പിന്നെ സത്യം പറഞ്ഞാണ്ടല്ലോ ഉണക്കമീൻ കഴിക്കാൻ ഭയങ്കര കൊതിച്ചിട്ടിരിക്കുമായിരുന്നു. എനിക്കും ഉപ്പാക്കും ഒരു ഇതുണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയോ, ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ഉപ്പിൻ ചിന്തിക്കും. ഉണക്കമീൻ്റെ സ്മെല്ല് കേട്ടിട്ട് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ എനിക്കിവിടെ ഉണക്കമീൻ കഴിക്കാൻ കൊതിയായിട്ട് കുറേ ദിവസമായി. ഇവിടെ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ഇവിടെ നല്ല എൻ്റെ വീട്ടിലും കുറവാണ് ഉണക്കമീൻ മേടിക്കൽ. അപ്പോൾ അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് മാന്തലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് നമ്മൾ ഏതോ ഒരു ഉടായ്പ് വീഡിയോ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഉടായ്പ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ നിർത്തിയതാണ്. ഒരുപാട് വർഷമായി ശരിക്കും പറഞ്ഞാൽ ഉണക്കമീൻ കഴിച്ചിട്ട് തന്നെ. അപ്പോൾ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുകയാണെങ്കിൽ ഉമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഉപ്പ് മേടിക്കില്ല, ഉമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മക്ക് കൊതിയാകുമ്പോൾ ഉമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കും കേട്ടോ. അങ്ങനെ മാന്തലൊക്കെ വെള്ളത്തിലിട്ട് ഞാൻ വേഗം പോയി അടിച്ചു വാരാൻ വേണ്ടി നിന്നു. ഇന്ന് നമുക്ക് അടുക്കളയുടെ ഒരു 2 റാക്കെങ്കിലും ക്ലീൻ ചെയ്യണം. ബാക്കി പിന്നെ ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴേ എന്തോരം പണിയാ ജിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. നേരത്തെ വ്ളോഗൊന്ന് കാണണേ. റെസ്റ്റ് എന്താ, വല്ല അസുഖം ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഇല്ലല്ലോ, ഒരു അസുഖമില്ല, ചെറുതായിട്ടൊന്ന് ഇടുപ്പൊളുക്കിയതാ. എന്തോരം പണികളാണ് ചേച്ചി ചെയ്യുന്നത്, കഷ്ടപ്പാടാണ് ജീവിതം അല്ലേന്ന്. അതിന് ഞാൻ ഉത്തരമൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വെക്കുന്ന ഈ റാക്കാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഈ റാക്കിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, അത് എന്നും കഴുകണതല്ലേ, അതിനെയാണ് ഞാൻ ഈ ടേബിളിലോട്ട് വെച്ചത്. യൂസ് ചെയ്യാത്ത പാത്രങ്ങളിനെ ആ ടേബിളിലോട്ടും വെക്കുകയാണ്. കാരണം അത് മാത്രം കഴുകിയെടുത്താൽ മതിയല്ലോ. എന്നും കഴുകണത് എന്തിനാണ് വെറുതെ കഴുകണത്. പിന്നെ സ്പൂണിൻ്റെ ആ സ്റ്റാൻഡിൽ പൊടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതും മാറ്റി വെച്ചത് കേട്ടോ. പിന്നെ ഇവിടേക്ക് നന്നായി അടിച്ചു വാരി ഇതുകൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഒരുപാട് പേര് നമ്മളോട് എന്താ പറയുക, ഇതാണ് ചോദിക്കുന്നത്, ഓക്കെ ആയോ എങ്ങനെയുണ്ട്, ഓക്കെ ആയിക്കൊണ്ടേ വരുന്നുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഉമ്മാക്കും ഒറ്റ മോനാണോ ചോദിക്കുന്നുണ്ട്. അതെ, ഒറ്റ മോനേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആയോ വീണ്ടും? ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട്. വേഗം മാറട്ടെ, ദുആ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ ഹാർട്ടും ഇമോജിയും ഒക്കെ ഉണ്ട് കേട്ടോ. ജിനി മെല്ലെ ചെയ്താൽ മതി, വന്ന അസുഖം പൂർണ്ണമായും മാറിക്കോട്ടെ. എനിക്കും ഇന്ന് വയ്യ, ഭയങ്കര തുമ്മൽ. ഇന്നലെ മാറാലയും പൊടിയൊക്കെ തട്ടി മേലെ ഫുൾ ക്ലീനാക്കി. അതിൻ്റെ എന്തായാലും സൂക്ഷിച്ചൊക്കെ ചെയ്യും. ഞാൻ പതുക്കെ ചെയ്യുന്നുള്ളൂ, വീഡിയോ സ്പീഡാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റാക്കിൽ ഞാൻ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ അതായത് വല്ലപ്പോഴും യൂസ് ചെയ്യാത്തതെന്ന് പറയാനും പറ്റില്ല. യൂസ് ചെയ്യാത്തത് പറഞ്ഞിട്ട് വല്ല അട്ടത്തേക്കും കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട സമയത്ത് അത് കിട്ടൂല കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇന്ന് കഴുകി അവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. നേരത്തെ കഴുകിയ പാത്രങ്ങൾ ഞാൻ ഇവിടെ തുടച്ചിട്ട് അങ്ങോട്ട് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അടിയിലത്തെ റാക്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം എനിക്ക്. അവിടെയും ഞാൻ എൻ്റെ മൺചട്ടി അത് ഇത് പറഞ്ഞിട്ടൊക്കെ വെക്കുന്നത്. രണ്ട് മൂന്നല്ല കുറച്ച് ദിവസമായിട്ട് കറപുറ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അത്ര നീറ്റാക്കിയിട്ടൊന്നും വെക്കാറില്ല. എന്തായാലും ക്ലീൻ ചെയ്യണമല്ലോ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പക്ക ഫുൾ എടുത്തിട്ട് കഴുകി തുടച്ച് വയ്ക്കും. അതാണ് ഒരിത്. അതുവരെ ഞാൻ ഇന്നാവട്ടെ നാളാവട്ടെ എന്നുള്ളൊരു മടി എനിക്കും വരാറുണ്ട് കേട്ടോ. പിന്നെ എന്താ പറ്റിയ ഞാൻ അറിഞ്ഞില്ല എന്നിട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ റാക്കിൽ നിന്നും താഴത്തതൊന്നും എല്ലാം ഇറക്കി അവിടെയൊക്കെ കഴുകി
കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ചിലത് അങ്ങോട്ട് തന്നെ വെക്കും ചെയ്തു, വെള്ളം മാറുന്നതൊക്കെ. പിന്നെ അടുക്കളയാണ് ഫസ്റ്റ് തുടച്ചെടുത്തത്. അതിനുശേഷം ഞാൻ ഹാളും ബെഡ്റൂമും ഒക്കെ തുടച്ചെടുക്കുകയാണ്. സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി വേണം നമുക്ക് മീനൊക്കെ നന്നാക്കി ചോറ് വെച്ച്, ചോറ് ഞാൻ വെച്ചിട്ടില്ല. ചോറ് പിന്നെ കുക്കറിലായതുകൊണ്ട് എനിക്കത് അത്ര വലിയ ടാസ്ക് അല്ല. ഒരു 3-4 വിസിലടിച്ചാൽ നമുക്ക് കറക്റ്റ് വേവ് കിട്ടും. അത് സമയമുണ്ടെങ്കിൽ ഒരു 2 വിസിലടിച്ചിട്ട് ആവി പോണ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു 4 വിസിലടുപ്പിച്ചു. കാരണം നമുക്ക് സമയം ഒരുപാടില്ലല്ലോ. അങ്ങനെ കുക്കറിൽ അരിയൊക്കെ ഇട്ട് ഞാൻ അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സ്ലാബിൽ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എനിക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ച് ഇതാക്കണം കേട്ടോ. വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് അതൊക്കെ. അപ്പോൾ അത് അങ്ങോട്ട് തന്നെ വെക്കണം. പിന്നെ ഇതാ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എപ്പോഴും ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് കഞ്ചിക്കോട് നിന്ന് നമുക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തന്നതാണ്. ഫിറ്റ് ചെയ്യണ സമയത്ത് എത്ര 18-20 അങ്ങനെ എങ്ങാണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ അതിൻ്റെ ആളെ വിളിച്ചിട്ട് ഒന്ന് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. അങ്ങനെയുള്ളൂ. അത് വലിയ ചിലവുള്ള സംഭവമൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് നല്ല ചിലവുണ്ടാവും, പിന്നീട് അങ്ങോട്ട് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ കഴുകി കമഴ്ത്തിയ പാത്രങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്ക് ഒന്ന് വടിച്ചെടുത്ത ശേഷം ഞാൻ വേഗം പോയിട്ട് വൈപ്പ് ചെയ്തെടുത്ത ശേഷം എന്ന് പറയണത് നല്ലത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇതാ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചതിനൊന്ന് നന്നാക്കി എടുക്കുകയാണ്. സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രമാത്രം പുരട്ടിയിട്ടാണ് ഞാൻ വറുത്തെടുക്കണം കേട്ടോ. ഉണക്കമീനാകുമ്പോൾ ഉപ്പ് പോലും വേണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇതാക്കി പിന്നെ മീൻ കഴുകിയെടുത്തു. പിന്നെ ആ സ്ഥലം വീണ്ടും ഒന്ന് കഴുകിയെടുത്തു കേട്ടോ, അല്ലെങ്കിൽ സ്മെല്ലടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കഴുകിയെടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. എന്നായിട്ടില്ല, ഇനിയും 4 മിനിറ്റ് ഉണ്ട് അല്ലേ. വർത്താനം പറഞ്ഞ് എൻ്റെ തൊണ്ടയത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയി ഗൈസ്, വറ്റിപ്പോയി. ഇങ്ങനൊരു പാട്ടൊക്കെ പാടിയാലോ വേഗം ഇങ്ങോട്ട് തീർന്നു കിട്ടുമല്ലോ. ഉമ്മ തമിഴ്നാട്ടിലാണോ എന്നാണോ ചോദിക്കുന്നത്? ഇല്ലല്ലോ, ഉമ്മ ഇവിടെ നെയ്തല എന്ന് പറയും. എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട് അലനല്ലൂരാണ്. ഹസ്ബൻഡിൻ്റെ വീട് കഞ്ചിക്കോട് ചുള്ളിമട. ഉമ്മാൻ്റെ വീട് ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ അപ്പുറത്താണ്. ആരും തമിഴ്നാട്ടിലൊന്നുമല്ല, ബോർഡറാണ്. പിന്നെ ഇവിടെ തമിഴ് കൾച്ചർ നല്ല പോലെ ഉണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ കല്യാണത്തിന് കുറേ ചീര് എന്ന് പറയും. ചീര് ഒരുപാടുണ്ട്. ചീര് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആചാരങ്ങൾ ആണോ അതിന് പറയുക. അതായത് ഈ കട്ടിൽ, അലമാറ, പാത്രങ്ങളൊക്കെ പെൺവീട്ടിലോട്ട് കൊടുക്കുക പെണ്ണിനെ കെട്ടിച്ച് വിടുമ്പോൾ. ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളവിടെ ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഹിന്ദുസിൻ്റെ ഇടയിലാണ് കേട്ടോ. അതായത് ഞാൻ ചെറുപ്പത്തിലൊരു കല്യാണത്തിൻ്റെ തലേന്ന് ഇങ്ങനെ ആ വീട്ടിലോട്ട് പോയപ്പോൾ കുറേ നിലവിളക്ക്, പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഇത് എന്തിനാ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ പെണ്ണ് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ഞാൻ ചെറുപ്പത്തിൽ അവിടെ അങ്ങനെ കണ്ടതല്ലേ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണോ ഇത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഞാനൊന്നും അങ്ങനെ ഇല്ല. നമ്മുടെ കല്യാണം പിന്നെ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, സ്ത്രീധനമില്ല, പിന്നെ ഈ പറഞ്ഞ പോലെ കട്ടില, അലമാറ, പാത്രങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഗോൾഡ് എങ്ങനെയാ വെച്ചാൽ ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്കും അത് ഓക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഈ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞത്. എനിക്ക് ഒട്ടും ദഹിക്കാത്ത കാര്യമാണ് കേട്ടോ അത്. കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണ സമയത്ത് നമ്മളെ വളർത്താൻ നമ്മളെ പാരൻസ് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ച് പോകുമ്പോൾ കുറേ പാത്രവും അതും ഇതും. ഇതെന്താ അവരുടെ വീട്ടിൽ പാത്രമൊന്നും ഉണ്ടാവൂലേ? എൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ അത്. ഉണ്ടാവൂലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും എൻ്റെ മക്കൾക്ക് ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യൂല. അവർ കല്യാണം കഴിക്കുമോയെന്നറിയില്ല, കല്യാണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതാ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ലഞ്ച് നേരത്തെ റെഡിയാക്കിയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കേടുവന്ന് പോയാലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ സാലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ വെജിറ്റബിളെങ്കിലും കഴിക്കും.
റിഹാൻ പിന്നെ ഇപ്പം നന്നായി വെജിറ്റബിൾ കഴിക്കാൻ പഠിച്ചു. അങ്ങനെ നമ്മൾ ചോപ്പർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഈ ചോപ്പറിൻ്റെ ഒരു ബ്ലേഡ് കാണാണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇതാ 1 മിനിറ്റ് കൊണ്ടാവുമായിരുന്നു കേട്ടോ സാലഡിൻ്റെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് കാണാണ്ടായപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കിട്ടി, ഞാൻ ക്ലീനിങ് സമയത്ത് അത് കിട്ടി. സാധാരണ ഞാൻ ഇതെല്ലാം കഴുകിയിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കും, മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സാലഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇച്ചിരി തൈര് ഒഴിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ആ ഒരു കെയർ ഓഫിൽ കുറച്ച് തൈരൊക്കെ ആയിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ സോറി പറയാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.